ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയിൽ എങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ആർമിയിൽ നോൺ ഓഫീസറായിട്ട് എങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓഫീസർ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിലെ കാർട്ടിലും ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇന്ത്യൻ ആർമിയിലെ നോൺ ഓഫീസർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഏകദേശം 13ഓളം പോസ്റ്റുകളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് അഗ്നിവീർ സോൾജർ ജനറൽ ഡ്യൂട്ടിയാണ്. രണ്ടാമതായിട്ട് അഗ്നിവീർ ടെക്നിക്കൽ, അഗ്നിവീർ സോൾജർ ക്ലർക്ക്, സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, സഫായി ഫാർമ, സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി, അഗ്നിവീർ സോൾജർ ട്രേഡ്സ്മാന്, അഗ്നിവീർ സോൾജർ ട്രേഡ്സ്മാൻ മെസ് കീപ്പർ ആൻഡ് ഹൗസ് കീപ്പർ, സർവേ ഓട്ടോമാറ്റഡ് കാർട്ടോഗ്രാഫർ, ജൂനിയർ കമ്മീഷണർ ഓഫീസർ റിലീജിയസ് ടീച്ചർ, ജൂനിയർ കമ്മീഷണർ ഓഫീസർ കാറ്ററിംഗ്, ഹവിൽദാർ എഡ്യൂക്കേഷന്, അഗ്നിവീർ സോൾജർ ജനറൽ ഡ്യൂട്ടി തുടങ്ങിയ പോസ്റ്റുകളാണ് ഇന്ത്യൻ ആർമിയിൽ നോൺ ഓഫീസർ പോസ്റ്റിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്താണ്, അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അഗ്നിവീർ സോൾജർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് 17 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ 45% മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓരോ സബ്ജക്റ്റിനും മിനിമം 33% മാർക്കെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അഗ്നിവീർ സോൾജർ ടെക്നിക്കലാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് 17 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. +2 സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കേണ്ടതാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റിൽ 50% മാർക്കോട് കൂടി പാസ്സായിരിക്കേണ്ടതാണ്. ഓരോ സബ്ജക്റ്റിനും മിനിമം 40% മാർക്കെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അഗ്നിവീർ സോൾജർ ക്ലർക്കാണ് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് 17 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. +2 ഏതൊരു സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം 60% മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഓരോ സബ്ജക്റ്റിനും മിനിമം 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ +2ൽ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് തുടങ്ങിയ ഈ 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് +2ൽ പഠിച്ചിരിക്കേണ്ടതാണ്. അതിന് 50% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. 17 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 ബയോളജി സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ ഒരു സബ്ജക്റ്റിൽ പാസ്സായിരിക്കേണ്ടതാണ്. മിനിമം 50% മാർക്ക് ടോട്ടൽ അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഓരോ സബ്ജക്റ്റിന് മിനിമം 40% മാർക്കെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ സഫായി ഫാർമയാണ്. 19 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ +2 ബയോളജി സ്ട്രീമിൽ ആയിരിക്കേണ്ടതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് തുടങ്ങിയ 4 സബ്ജക്റ്റോട് കൂടി പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ DPharm ഉണ്ടായിരിക്കേണ്ടതാണ്. 55% മാർക്കോട് കൂടി DPharm ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്റ്ററും ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറിയാണ്. 17 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. +2 ബയോളജി സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് തുടങ്ങിയ 4 സബ്ജക്റ്റും +2ൽ പഠിച്ചിരിക്കേണ്ടതാണ്. മിനിമം 50% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഓരോ സബ്ജക്റ്റിനും 40% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ അഗ്നിവീർ സോൾജർ ട്രേഡ്സ്മാൻ ആണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 17 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഏതൊരു വിഷയത്തിൽ 10ാം ക്ലാസ് പാസ്സുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഓരോ സബ്ജക്റ്റിനും മിനിമം 33% മാർക്കെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ അഗ്നിവീർ സോൾജർ ട്രേഡ്സ്മാൻ മെസ് കീപ്പർ ആൻഡ് ഹൗസ് കീപ്പർ ആണ്. 17 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഓരോ സബ്ജക്റ്റിനും 33% മാർക്ക് 8ാം ക്ലാസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ സർവേ ഓട്ടോമേറ്റഡ് കാർട്ടോഗ്രാഫർ ആണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BA അല്ലെങ്കിൽ BSc പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ +2 മാത്സ് അതുപോലെ തന്നെ സയൻസ് സ്ട്രീമിൽ ആയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ ജൂനിയർ കമ്മീഷണർ ഓഫീസർ റിലീജിയസ് ടീച്ചറാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 27 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ റിലീജിയനുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാജുവേഷനാണ്. ആ ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്കായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ ജൂനിയർ കമ്മീഷണർ ഓഫീസർ കാറ്ററിംഗ് ആണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 21 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് കുക്കറി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിലും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ ഹവിൽദാർ എഡ്യൂക്കേഷൻ ആണ്. ഇതിൽ 2 പോസ്റ്റുകൾ വരുന്നുണ്ട്, ഗ്രൂപ്പ് എക്സും അതുപോലെ തന്നെ ഗ്രൂപ്പ് വൈയും. ആദ്യം ഗ്രൂപ്പ് എക്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ MA അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MCA ഓർ BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc IT വിത്ത് BEdോടുകൂടി പാസ്സായിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത ഗ്രൂപ്പ് വൈ നോക്കുവാണെങ്കിൽ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ BSc അല്ലെങ്കിൽ BA അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc IT വിത്ത് BEd ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ അഗ്നിവീർ സോൾജർ ജനറൽ ഡ്യൂട്ടിയാണ്, അതായത് വുമൺ മിലിറ്ററി പോലീസ് ആണ്. ഇതിലേക്ക് ഫീമെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 17 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ഓരോ സബ്ജക്റ്റിനും മിനിമം 33% മാർക്കെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ടോട്ടൽ 45% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ നോൺ ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണോ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫീസർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.